ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. നമ്മുടെ കൂടെ ഇന്നും നമ്മുടെ സ്റ്റെഫി കുട്ടി ഇവിടെ ഉണ്ട്. സ്റ്റെഫി, കഴിഞ്ഞ ഒരു എപ്പിസോഡ് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ അടിച്ചു പൊളിച്ചു. അതെ, എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഞാൻ ഒത്തിരി ഹാപ്പി ആയി കേട്ടോ കഴിഞ്ഞ എപ്പിസോഡ്. കാരണം പിള്ളേരുടെ ആ ഒരു ഡാൻസ് ഒക്കെ കാണുക, പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സറിഞ്ഞ് ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒത്തിരി സന്തോഷം. വീട്ടിലിരുന്നായിരുന്നു ഇതൊന്നും പറ്റില്ല. വാഷിങ്ങും ക്ലീനിങ്ങും പിന്നെ അഡ്വക്കേറ്റ്. അതെ, ഈ ജോലി തിരക്കിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടാൻ ഭാഗ്യല്ലേ. സത്യമായിട്ടും വളരെയധികം. എപ്പോ ടെൻഷൻ വന്നാലും ഞങ്ങളൊന്ന് വിളിച്ചാൽ മതി. അതെ, അപ്പൊ ഇവിടേക്ക് വരിക. അതെ, ഞാൻ അതിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എപ്പം എങ്ങനെ ടെൻഷൻ കൂടി വരികയാണെങ്കിൽ അപ്പൊ തന്നെ കട്ടുറുമ്പിലേക്ക് വരിക, പിള്ളേരുടെ കൂടെ ജോയിൻ ചെയ്യുക. അപ്പൊ ഇവിടെ വന്നിട്ട് നല്ല നല്ല സീൻസ്, ഒരുപാട് നല്ല മൂവിയിലെ സീൻസ് കാണാൻ പറ്റി. ഡാൻസ്, പാട്ട്, ഇതൊക്കെ കണ്ടു. സ്റ്റെഫിയും ഒരു ഡാൻസ് ഒക്കെ പെർഫോം ചെയ്തു. ഞാനും ഡാൻസ് ഒക്കെ ചെയ്തു. അതെ, അങ്ങനെ ഉണ്ടോ കൊടുക്കാം അല്ലെ? ഇന്നും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ. ദൈവമേ, എന്നാലും വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് നല്ലൊരു സൂപ്പർ കൂൾ എപ്പിസോഡ് ആവുമെന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട അല്ലേ? സോ ലെറ്റ്സ് ബിഗിൻ ദ ഷോ. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദിലീപേട്ടന്റെ ഒരുപാട് മൂവീസ്, നമ്മുടെ കുട്ടികൾ ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. പഴയ കാലത്തെ ഒരു മൂവിയാണ് ഇന്ന് അവർ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അതേതാ? ഉല്ലാസ പൂങ്കാറ്റ്. അതെ, ഈ ഉല്ലാസ പൂങ്കാറ്റില് ഏത് സീനാണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നോട് പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഒരു നല്ലൊരു കോമഡി ഉള്ളതുണ്ടല്ലോ. ഉണ്ട്, തിലകൻ സാറും അതെ, സൂപ്പർ ആയിട്ടുള്ള സീൻ ഉണ്ട്. അതായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ കുട്ടികളെ റെഡി? മുസ്തഫ, അയ്യോ സാറേ, എനിക്കൊന്ന് അറിഞ്ഞോളൂ സാറേ, ഞാൻ നിരപരാധിയാണ്, എന്നെ തലല്ല സാറേ. നീന്റെ പിച്ചை വേഗം പറഞ്ഞേ. സമയത്രയെന്നറിയോ? 7 പോയി ചായ. അതിനാ പെണ്ണ അവിടെ കിടന്നുറങ്ങല്ലേ? ഓ, ഞാനത് മറന്നു. ഞാനത് ഓർത്തെ. ആ പെണ്ണെന്ത് എണീക്കത്തെ? ചായ റെഡി. ഞാൻ ചായ ഇട്ടായിരുന്നു. എന്താ ചെയ്തത്? തെറ്റായി പോയോ? ഏയ്, തെറ്റൊന്നുമില്ല. രാവിലെ തന്നെ പിച്ചക്കാരൻ കെട്ടിയെടുത്തോ? വാഴ തുറക്കടാ. പിച്ചക്കാരനല്ല, കുരിയച്ചായൻ. അയ്യോ, അയാളെന്നെ രാവിലെ തന്നെ കെട്ടിയെടുത്ത്. അതൊക്കെ വെക്കും. മായങ്ങാനും കുരിയച്ചാൻ കണ്ടു കഴിഞ്ഞാ പിന്നെ ഞങ്ങളുടെ ഇയാൾ എന്ത് മുട്ടാൻ മുട്ടുന്നത്? ഇയാൾക്ക് അപ്പിടാൻ മുട്ടുണ്ടോ? കട്ടിലിന്റെ അടിയിലേക്ക് തള്ളി വെക്കണം. അയ്യേ, അടിയിലേക്ക് ഇരുന്നോളൂ. എന്താ അതിലോർക്കാൻ? ഞാൻ തുറന്നോളാം. എന്തുവാണേ തുറക്കാൻ ഇത്ര താമസം? ഞങ്ങൾ ഇതിൽ രാത്രി കിടക്കല്ല ഇറ്റായി. അത് നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നീയൊക്കെ ചായ ഇടുന്ന സ്വഭാവം എന്ന് തുടങ്ങി? എന്താന്നറിയില്ല, കുറച്ചു ദിവസമായിട്ട് നമ്മൾ ഈ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കൂലേ, അതുപോലെ ഉറക്കത്തിൽ ചായയുടെ ഹാബിറ്റായി മാറിയിരിക്കാം. ഇതൊരു അസുഖമാണ് കുരി ചായ. ഞാനിന്നില്ല രാത്രി ഉറക്കത്തിൽ കുളിച്ചു. ഇതൊരു ഹാബിറ്റാണോ ചായ? ഇവനെല്ലാം ഓവറാക്കും. ഞാനുള്ള കണ്ട മൂർഖമ്മന്ന് പറയും. എന്നെ മൂർഖനാക്കരുത്. പോയൊരു ചായ ഇങ്ങെടുത്തോണ്ട. ചായപ്പൊടി ഒട്ടൂല. ഉള്ള ചായപ്പൊടിയൊക്കെ മതി. തീപ്പെട്ടിയില്ല. പിന്നെ നീയൊക്കെ കല്ലറിച്ചിട്ടാണ് ചായ ഉണ്ടാക്കി കുടിച്ചത്? ഉറക്കത്തിലായതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഒരു കൊള്ളി ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ കൊള്ളിയോ? എന്നാൽ എന്റെ ഒരു തീപ്പെട്ടി കൊള്ളിയുണ്ട്. അത് നിന്റെയൊക്കെ തലയിൽ മണ്ണെണ്ണ ഒഴിച്ച് കൊളുത്താൻ വേണ്ടി സൂക്ഷിക്കുക. അതിട്ട് ചായ അകത്ത് മായോ? അതെ, മായം. ചായപ്പൊടിയിൽ മായമുള്ളതുകൊണ്ട് കുരിച്ചാനോട് കുടിക്കണമെന്നല്ലേ നീ പറഞ്ഞത്? അതന്നെ. കണ്ട, തീപ്പെട്ടി ഇല്ലെന്ന് കള്ള റാസ്കൽ. അതല്ലേ നിനക്കൊരു വെപ്രാളം? അല്ല, മുസ്തഫയുടെ അണ്ടർവെയർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതിന് അല്ല, കുരിച്ചായൻ പെട്ടെന്ന് കണ്ട് ഞെട്ടിയാലോ എന്ന് വിചാരിച്ച്. അതിന് മുസ്തഫയുടെ അണ്ടർവെയർ എന്തോന്ന് മൂർഖൻ പാമ്പാ? അത് കാണാത്തത് കണ്ടാ കുരിച്ചായൻ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചോ ഞങ്ങള്. ഇവ ഏത് മണ്ടൻ പൊട്ടൻ? ഊറുന്ന ഇല്ല, കാറ്റ്. എന്തോ എങ്ങനെ തട്ടിപ്പോ പൊടി. സോറി, പൊടി വല്ലം വിളിച്ച് പറഞ്ഞു. ഇതിനെവിടേക്കാണ് കൊണ്ടുപോകണം? ഞാൻ സ്റ്റുഡിയോകത്ത് കൊണ്ട് കുളിച്ചു പോടുക. ഇത് പാവാടല്ല, അത് പാവാടയാ. സത്യം പറഞ്ഞു, ഇത് ആരുടെ പാവാടയാണ്? ഇതെന്റെ പാവാട. നീ പാവാട എടുക്കാൻ തുടങ്ങി നാളെ മുതല്? അല്ല, ശരിയണ്ട. ഈ ചേച്ചി പട്ടി കണ്ടോണ്ടിരിക്കും.
മേടിക്കാം. ഇത് മറക്കാൻ വേണ്ടിട്ടാണ് ഇത് മേടിച്ചത്. എങ്ങനെയുണ്ട്? കാളി കുരിയച്ചനോട് വേണ്ട. ഇത് ഈ പെണ്ണിന്റെ പാവാടയല്ല. ഇവിടെ ഒരു പെണ്ണിന്റെ മണമുണ്ട്. നിനക്കറിയാമല്ലോ, ഞാൻ മറ്റെന്ത് സഹിക്കും. പക്ഷെ പെണ്ണ് കേസിപ്പെട്ടു എന്നറിഞ്ഞാ നിങ്ങൾ രണ്ടിന്റെ കഥ ഞാൻ കഴിക്കും. എവിടുന്നാണ് ഈ പെൺമണം? സത്യം പറ. അതെ ഇച്ചായ, ഇന്നലെ ഇവിടെ 2 പെണ്ണുങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നിരുന്നു. ആ പെണ്ണുങ്ങൾക്ക് ഭയങ്കര മണമായിരുന്നു. ആ നൈറ്റ് വാഷ് ചെയ്തപ്പോൾ അതേ മണമായിരുന്നു. ആ മണ ഈ മണം എനിക്ക് ഫീൽ ചെയ്തൊരു സ്മെല്ല്. ആ സ്മെല്ല ഈ സ്മെല്ല്, ആ സ്മെല്ല ഈ മണം. ഓ ആ മണം ഈ മണമൊക്കെ ഇവിടെ. ഇന്നലത്തെ കളക്ഷൻ ഒരു 1000 രൂപ എടുക്ക. ഫുള്ളായിട്ട് ബാങ്കിൽ അടച്ചു. വണ്ടി ഓടി നിന്റെ ഒന്നും ഇല്ലടേ. ഞാൻ വർക്ക്ഷോപ്പിൽ അടച്ചു. ഓ നീയൊക്കെ കൂടെ എന്നെ അടക്കം ചെയ്യും. കർത്താവേ, 10 മണിക്ക് മുമ്പ് കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ എവിടുന്ന് 1000 രൂപ ഉണ്ടാക്കും? പാവാടാ ഞാൻ പോവാണ്. ഞാനിത് ഇടാടാ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുണ്ടല്ലോ ഇപ്പൊ കൊറേ ഇങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ, ഒരുപാട് ഫിലിമിലെ ഡയലോഗ്സ് ഒക്കെ ചെയ്യുമ്പോ എല്ലാം ഇങ്ങനെ കാണാതെ പഠിക്കണമല്ലോ. സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഇതുപോലെ കാണാതെ പഠിക്കാറുണ്ടോ? ഒരു കാര്യം ചോദിക്കട്ടെ, അല്ല മോനെ, സ്കൂളിലൊക്കെ എങ്ങനെയാ മാർക്സ് ഒക്കെ എങ്ങനെയാ എക്സാംസിന്? സീറോയോ? സ്കൂളിൽ 0 കൊണ്ടത്. എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആണോ നിങ്ങൾ എല്ലാരും? ആണോ? എന്തായാലും നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നന്നായിരുന്നു. എല്ലാവരും അവരവരുടെ പാട്ടൊക്കെ വൃത്തിയായിട്ട് ചെയ്തു. അതെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. കുറച്ച് അവിടെ ഇവിടേക്കുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത പ്രാവശ്യം നന്നായിട്ട് ചെയ്യാം. എന്തായാലും സ്റ്റാർസ് തരാം കേട്ടോ. തുറന്നോ? രണ്ടെണ്ണം. അയ്യോ, ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത് കിന്നരി പുഴയോരം എന്ന മൂവിയിൽ ഒരു സീനാണ്. അധികം ആരും അങ്ങനെ ചെയ്ത് നമ്മൾ ഒരുപാട് കണ്ട് മറന്ന സീനല്ല. അതുകൊണ്ട് ഒരു ഫ്രഷ്നെസ് ഇതിൽ കൂടുതലായിരിക്കും. ഓർക്കായിരുന്നു, പക്ഷെ ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു സീൻ പെട്ടെന്ന് പറയുമ്പോൾ കിട്ടുന്നത്. അപ്പൊ അതെന്തായാലും ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു സീൻ ആയിരിക്കും. ഞാനും വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റെഫിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഈ സീൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കിന്നരി പുഴയോരം. അമ്മാവൻ അറിയോ, ചില സൂക്കേടിന് മുന്നിൽ ദേവഗന്ധർവന്മാർ വരെ സ്തംഭിച്ചിട്ടുണ്ട്. വിശ്വാമിത്ര മഹർഷിക്ക് വയറ്റുവേദന വന്ന കഥ കേട്ടിട്ടില്ലേ അമ്മാവൻ? ഇല്ല. ഹേയ്, ഇതാ പറയണത് പുരാണങ്ങളൊക്കെ വായിക്കണമെന്ന്. തപശക്തി കൊണ്ട് ഈ 14 ലോകങ്ങളും തന്റെ കൈവെള്ളയിലിട്ട് അമ്മാനമാടിയ ആളാണല്ലോ മഹർഷി വിശ്വാമിത്രൻ. അങ്ങേർക്കൊരു കലശലായ വയറ്റുവേദന വന്നു. അപ്പൻഡിസൈറ്റസ് ആണോന്നൊരു സംശയം. 33 കോടി ദേവഗണങ്ങൾക്കും വേദന ശമിപ്പിക്കാനായില്ല. പിന്നെ ഇന്ദുമോടെ രോഗം ഭേദമാക്കാൻ സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദന് പറ്റാത്തതിൽ അത്ഭുതപ്പെടാനെന്തിരിക്കണു. അപ്പോ വിശ്വാമിത്രന്റെ വയറ്റുവേദനയോ? ഒടുവിൽ നാരദ മുനി വന്നു മാറ്റി. ഇവിടെ പോകുന്ന നടക്കുവോ? ഇന്ദുമോളുടെ രോഗം മാറില്ലെന്നാണോ തിരുമേനി പറയണത്? മാറും, പക്ഷെ ഇവിടെ ഇങ്ങനെ വിളയാട് നടന്നാ മാറില്ല. ഏത് മാറാ രോഗവും മാറ്റുന്ന ഒരു നാടുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയാലേ രോഗം മാറുള്ളൂ. അതെവിടെയാ? അമേരിക്ക. അയ്യോ, മുറ്റത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത അവളെ കൊണ്ട് എങ്ങനെയാ അമേരിക്കയിലേക്ക് പോവുക? പോണോന്നില്ല, മരുന്ന് ഇങ്ങോട്ട് വരുത്തിച്ചാ മതി. മാഡോസെലിൻ എന്നൊരു മരുന്നുണ്ട് അവിടെ. ഏത് ഭ്രാന്തും നിഷ്പ്രയാസം മാറും. എന്നാ എത്രയും പെട്ടെന്ന് നിങ്ങോട്ട് വരുത്തിച്ചാലോ? വരുത്തിക്കാം, ഒരാളെ വിട്ടാ മതി. പക്ഷെ ചെലവെന്താവുന്ന അമ്മന്റെ വിചാരം? രൂപ 4-5 ലക്ഷം. 5 ലക്ഷോ? 3 കുപ്പി മരുന്നാ. 2 എണ്ണം കഴിക്കുമ്പോഴേക്കും രോഗം നിശേഷം മാറും. പിന്നെ എന്തിനാ 3ാമത്തേത് കഴിക്കണമെന്ന് ചോദിച്ചാ രോഗം പിന്നീട് ഒരിക്കലും വരാണ്ടിരിക്കാനാ. രൂപ 75,000 ആ ഒരു കുപ്പിക്ക് വില. 75 ഗുണം 3 സമം എത്രയാ? 225. മരുന്നിന് തന്നെ വന്നേക്കണു 2.25 ലക്ഷം. പിന്നൊരു കമ്പൗണ്ടറെ 3 തവണ അമേരിക്കയിൽ അയച്ച് മരുന്ന് കൊണ്ടുവരാനുള്ള ചെലവാണ് ബാക്കി. എന്തിനാ 3 തവണ അയക്കുന്നത്? ഒരു തവണ പോയി 3 കുപ്പിയും വാങ്ങി വന്നാ പോരെ? പോരാ, ഇന്ത്യൻ കാലാവസ്ഥയിൽ ആ മരുന്ന് സൂക്ഷിക്കാൻ പറ്റില്ല, ഫലം പോകും. അപ്പപ്പ പോയി അപ്പപ്പ കൊണ്ടുവരണം. എന്ന് വെച്ചാ പോണ വിമാനത്തിൽ തന്നെ മരുന്നുമായി മടങ്ങി വരണമെന്നർത്ഥം. അതൊന്നും നടക്കില്ല തിരുമേനി. എവിടുന്ന് കിട്ടാൻ 5 ലക്ഷം? എങ്കിൽ മാറണ്ട, ഒരേ ഒരു മകളല്ലേ, ജീവിതകാലം മുഴുവൻ ഭ്രാന്തിയായിട്ട് ഇങ്ങനെ കഴിയട്ടെ. തിരുമേനി, കിഡ്നി വിറ്റ് കാശുണ്ടാക്കിയാണേലും സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്കുക. ഒരു അച്ഛനെ നിലയ്ക്ക് കിഡ്നിയാണോ മകളാണോ വലുത്? അഥവാ വല്ല പറമ്പും പടയം വെച്ച് കാശ് ഉണ്ടാക്കി തന്നെ വെക്കുക. മരുന്ന് ഫലം ചെയ്തില്ലെങ്കിലോ? ഈ അമ്മാവനൊരു പൊങ്ങൻ തന്നെയാണേ. പത്രം വായിക്കാറില്ലേ? ഊട്ടിയിൽ കാക്കകളില്ല എന്ന് പറഞ്ഞ പോലെ
ഈ മാഡോസിലും കണ്ടുപിടിച്ചതിന് ശേഷം അമേരിക്കയിൽ പ്രാന്തമാരില്ലാത്രേ. ഓങ്കാരനാഥാനുസന്താന സൗഭാഗ്യമേ ശങ്കരാഭരണമു എന്നല്ലേ പ്രമാണം. എന്ന് വെച്ചാ ആഭരണങ്ങൾ വിറ്റും സ്വന്തം സന്താനങ്ങളുടെ ജീവൻ രക്ഷിച്ച് സൗഭാഗ്യം കൊടുക്കുക എന്നാണ് തൈത്തിരീയോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അമ്മവാ, പിതൃധർമ്മം പാലിക്കുക, മകളെ രക്ഷിക്കുക. അയ്യോ, എന്ത് പറ്റി ഒറ്റയ്ക്ക്? സംഘങ്ങളൊക്കെ എവിടെ? ഏന്നോ? എനിക്കറിയാം, എന്നെ അവർ ഒറ്റയ്ക്കൊക്കെ ഇട്ട് പോകും. അവര് അടുത്ത ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ഓ പോയതാ. അത് ശരി. ഞാനും വിചാരിച്ചു ഇതെന്താ മോൻ ഒറ്റയ്ക്കായത്. കെവിൻ അടുത്ത ഡ്രസ് ചേഞ്ച് ഒന്നും ഇല്ലേ? ഇല്ല. നമ്മുടെ കെവിൻ ജഗതി ചേട്ടൻ എപ്പോഴും ഇനാക്ട് ചെയ്യുന്ന ഒരാളാണ്. കണ്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ശരിക്കും അതുപോലെ. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഡ്രസ്സ് മാറാൻ പോയ കുട്ടികളാണെങ്കിലും കെവിൻ ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഒന്നിനൊന്ന് മെച്ചമായിരുന്നു അല്ലെ? എല്ലാരും ഒന്നിനൊന്ന് ഈക്വൽ ആയിട്ട് തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ ഇഷ്ടപ്പെട്ടു, രസമായിട്ട് മിടുക്കന്മാരായിട്ട് ചെയ്തു. അപ്പൊ നമുക്ക് സ്റ്റാർസ് കൊടുക്കാം. 3. നീ എന്റെ വേണ്ടേ? കൊടുത്തില്ലായിരുന്നോ? 1 2 3 ഒറ്റയ്ക്ക് ഡാൻസ് കളിക്ക. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിൽ ഇനി കാണാൻ പോകുന്നത് ഒരു ഡാൻസ് ആണ്. നമ്മുടെ കുട്ടികള് ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് ആണ്. തകർപ്പൻ ഡാൻസ് പെർഫോമൻസുമായിട്ട് നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിക്കാനായിട്ട് വരാണ്. സോ ലെറ്റ്സ് വാച്ച് ആൻഡ് എൻജോയ്. பிரம்மாவும் படைப்பினிலே எத்தனையோ பெண்கள் உண்டு. ஆனாலும் அசந்து விட்டேன் அழகினிலே இவளை கண்டு. அழகினிலே இவளை கண்டு. என் வாசல் வந்து போயா, என் வாசல் தாண்டி வந்து என் வாசம் வாங்கி போயா. என் ராத்திரியின் நாவல் நீ, நட்சத்திர தூவல் நீ, நடமாடும் காம கோவில் நீ, ஆடை கட்டும் மேப்பு என் ஆசைகளின் சாம்பிள், நான் விளையாடும் காதல் ஊஞ்சல். நீ போடு போடு சொக்க போடு என போத்தி கடி தேகத்தோடு. அட வாட ராஸ்கல் நிறத்தோடு. வாட வாட பையா என் வாசல் வந்து போயா, என் வாசல் தாண்டி வந்து என் வாசம் வாங்கி. நம்ம கச்சேரி தான் ரொம்ப உற்சாகமாக கல கட்டு தடி செல்லமே. நானும் துச்சாதனா இல்ல துரியோதனா, துயில் புரியட்டுமா உன்னையே. நீ தொட்டதெல்லாம் ஹிட்டு, அட இதாண்டா வட்டு, இனி நமக்கு எது சென்சார் கட்டு. நாடு சிக்கன் பொண்ண ருசி பார்க்கவா, தினம் சேர்த்து வச்ச ஆசை எல்லாம் தீர தீர. வாடா வாடா பையா என் வாசல் வந்து போயா, என் வாசல் தாண்டி வந்து என் வாசம் வாங்கி போயா. என் ராத்திரியின் நாவல் நீ, நட்சத்திர தூவல் நீ, நடமாடும் காம கோவில் நீ, ஆடை கட்டும் மேப்பு என் ஆசைகளின் சாம்பிள், நான் விளையாடும் காதல் ஊஞ்சல். நீ போடு போடு
പൊരുത്തക്കേട് അൺലിമിറ്റഡിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സീനാണ്. അതേതാ? ലാലേട്ടനാണ് റൊമാൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഊഹിക്കാലോ എത്രത്തോളം ഉണ്ടാവും. രാവണപ്രഭു. ഓ സൂപ്പർ. രാവണപ്രഭുവില് മഴയത്തൊക്കെ ഇങ്ങനെ ആ ഒരു ഫീൽ, ആ ഒരു song ആണോ? ആംബിയൻസിൽ സോങ്ങിന് തൊട്ട് മുന്നേ മനസ്സിലായി. Okay. അപ്പൊ ഈ ഒരു സ്റ്റേജ് തന്നെ അല്ലെങ്കിൽ ഈ ഒരു ആംബിയൻസ് തന്നെ ഭയങ്കര പ്രണയ നിർഭരമാവാൻ പോവാണ്. നമ്മുടെ കുട്ടികളാണെങ്കിൽ കിട്ടുമായിട്ട് ചെയ്യുന്നുള്ളത് 100% ഷുവർ ആണ്. സോ നമുക്ക് ലാലേട്ടനെയും വസുന്ധരദാസിനെയും ഈ സ്റ്റേജിലേക്ക് വിളിക്കാം. എന്താ റിലീസ് കിട്ടിയതിന്റെ നന്ദി പ്രാർത്ഥനയാണോ? ഇത് കുമുദത്തിന് വേണ്ടിയാ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിവാഹം എളുപ്പം നടക്കുമെന്നാണ് ഒരു മെത്ത്. അവൾക്ക് പാവം നല്ല വിഷമമുണ്ട്. പ്രായം കൂടുതലേ. തടിയും കുറച്ച് ഓവറാ. പേരറിയാത്ത ദേവി അതങ്ങ് നടത്തിക്കൊടു. ആ പാവം ഗൗണ്ടറുടെ ഒരേ ഒരു പ്രശ്നമാണ് നീണ്ടു പോകുന്ന സഹോദരിയുടെ വിവാഹം. ഞാനും കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫലം ഉണ്ടായെന്നറിഞ്ഞാ ഞാൻ തന്നെ അറിയിക്കാം. ഇല്ല, വളരെ ലേറ്റായി ചെന്ന ഒരു നിവേദനമുണ്ട് ഈ ദേവിയുടെ മുന്നിൽ. വളരെ വളരെ ലേറ്റ്. പാവം ദേവി കൈമലർത്തി കാണിച്ചു കാണും. ആരോട്? കുമുദത്തിനോട്. അവൾ എന്ത് പ്രാർത്ഥിച്ചു? ഒരു വിവാഹം നടക്കാൻ. വധു ഈ ജാനകി, വരൻ ഈ രാവണൻ. വാത്മീകി പോയിട്ട് പുതിയ എഡിഷൻസ് പ്രിന്റ് ചെയ്തിറക്കുന്ന പബ്ലിഷർ പോലും പൊറുക്കില്ല അവളോട്. ഇതിഹാസമാണേ മാറ്റി എഴുതാൻ ശ്രമിക്കുന്നത്. സ്ത്രീജിതനല്ലാത്ത ശ്രീജിതനായ രാവണൻ ലങ്കയ്ക്കലങ്കാരമായ സൗന്ദര്യമായാണ് സീതാദേവിയെ കണ്ടത്. ആരാധിക്കാൻ, പൂജിക്കാൻ ഒരു വിഗ്രഹം പോലെ. ഇതിഹാസങ്ങളുടെ പുതിയ ഇന്റർപ്രിട്ടേഷൻ കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും രാവണ സീതാ പരിണയം ചിന്തിച്ചിട്ടില്ല. തല്ലുകൊള്ളും അതാവും. പക്ഷെ ജനകപുത്രി മൈഥിലി, നീ ഇപ്പോഴും ഒരു രാമന്റെയും സ്വന്തമല്ല. പിന്നെ എന്തിനാണ് ലങ്കേശ്വര എന്നെ ഈ ടൊയോട്ടോ പ്രാഡോയിൽ നീ തിരിച്ചു കൊണ്ടുവിടുന്നത്? കച്ചവടത്തിന്റെ നേരും നെറിയും. വാക്ക് പറഞ്ഞുപോയി നിന്നെ തിരിച്ചേൽപ്പിക്കാമെന്ന്. അതെ, വാക്ക് പാലിക്കണം. ശ്രീനിവാസൻ നമ്പ്യാരോടും വാക്ക് പറഞ്ഞുപോയി. നമുക്ക് വീണ്ടും ജനിക്കാം. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ആൽബത്തിൽ ഒരു പാട്ടുണ്ട്, നിനക്കായി തോഴി പുനർജനിക്കാം, ഇനിയും ജന്മങ്ങൾ ഒന്നു ചേരാം. ആലൈന, ഒരു നിമിഷത്തിന്റെ സവാരി ഗിരിഗിരി മാറിപ്പോയാൽ ഞാൻ തീരുമാനിച്ചു പോകും നിന്നെ ആർക്കും കൊടുക്കില്ല എന്ന്. എടാ IPS കാരൻ മോഡേൺ രാമ, നിനക്ക് ഈ ലോകത്ത് വേറെ എത്ര പെമ്പിളാരെ കിട്ടൂടാ? ഇന്ദ്രനീല ശോഭയാർന്ന ആകാശവീഥിയിൽ ഒരു പുഷ്പക വിമാനം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ, ഇവളൊഴികെ മറ്റെന്തും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നെങ്കിൽ, ഞാൻ ഈ അമ്പോറ്റി കൊച്ചിനെയും കൊണ്ട് പറന്നേനെ. ഓ എന്താലേ, എനിക്ക് വയ്യ. എന്താ റൊമാൻസ്. നന്നായിട്ടുണ്ട് കേട്ടാ, സുന്ദരികുട്ടിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു എന്താ പറയാ, ഒരു എനർജി ഉണ്ടായിരുന്നില്ല. നിന്ന സ്ഥലത്ത് തന്നെ നിന്ന് പറഞ്ഞു. കുറച്ച് സ്റ്റേജ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ, ലക്ഷ്മിക്ക് കുറച്ചും കൂടി നടന്നൊക്കെ പറയായിരുന്നു. പിന്നെ ചിരിക്കുമ്പോ ഒക്കെ ഇങ്ങനെ പയ്യെ ചിരിച്ചു പോലെ, കുറച്ചും കൂടി നല്ല ചിരിയൊക്കെ ഇച്ചിരൂടെ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ ബാക്കിയൊക്കെ നല്ലതായിരുന്നു കേട്ടോ. സൂപ്പർ. സ്റ്റാർസ് തരാം. എന്റെ വക 2 stars. എന്റെ വകയും 2 stars. എനർജി അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്യണം. ശക്തി അയ്യേ പറ്റിച്ചേ.
ലക്ഷ്മി പറ്റിച്ചേ. പോലെ പോലെ വാ. 3 stars. അടിപൊളിയായിരുന്നു. അയ്യോ. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിൽ ഇനി കാണാൻ പോകുന്നത് ഒരു ഡാൻസ് ആണ്. സോ ലെറ്റ്സ് വാച്ച് ആൻഡ് എൻജോയ്. नीलकंठ गंगाधर डम 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 डमरू बाज डम 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 डमरू बाज भक्तन दुख भाजना ओम नमो नमः शिवाय विश्वेश्वर शंकर ओम नमो नमः शिवाय विश्वेश्वर शंकर ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിൽ അടുത്തതായിട്ട് വരാൻ പോകുന്നത് കുട്ടി വാർത്തയാണ്. അതെന്താന്ന് മനസ്സിലായില്ല? സ്റ്റെഫി എങ്ങനെയാ ന്യൂസ് ഒക്കെ കാണാറുണ്ടോ? ന്യൂസ് ഒക്കെ കാണും. പക്ഷെ നമ്മൾ കാണുന്ന ന്യൂസ് ഒക്കെ കുറെ ടെൻഷൻ തരുന്നതാണ്, അല്ലെങ്കിൽ ഒരുപാട് അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഇതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുരുത്തക്കേട് മാത്രമേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ ഫണ്ണി ആയിട്ട് നമുക്ക് കേൾപ്പിച്ചു തരും. അതാണ് കുട്ടി വാർത്ത. അപ്പൊ റെഡി അല്ലേ? റെഡി. കുട്ടി വാർത്തയിലേക്ക് സ്വാഗതം. സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് കൊല്ലം മിഞ്ചവളയിൽ നിന്നും വിസ്മയ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വൻ ചുഴലിക്കാറ്റ്. കേരളത്തിൽ ചുഴലിക്കാറ്റും സുനാമിയും. ഇനി കേരളത്തിൽ എന്തു വന്നാലും കേരളത്തിലെ ജനങ്ങൾ പ്രമുഖരുടെ ആവശ്യമില്ലാത്ത കേസുകളുടെ പിന്നാലെ തന്നെയായിരിക്കും. അടുത്ത വാർത്ത. പ്രമുഖ കേന്ദ്ര രാഷ്ട്രീയ നേതാവ് 1-നും 2-നും കേരളത്തിലേക്ക്. എന്തൊക്കെ വാർത്തയാണാവോ? അടുത്ത വാർത്ത. കേരളത്തിലെ പെൺകുട്ടികൾക്ക് മാരക രോഗം. കേരളത്തിലെ വഴിയോരങ്ങളിലും കടൽ തീരം, പാർക്ക്, ചലച്ചിത്ര താരങ്ങൾ എന്നിവരെ കാണുമ്പോഴാണ് ഈ അസുഖം
മൂർധന്യാവസ്ഥയിലെത്തുന്നത്. ഈ അസുഖത്തിന് ഡോക്ടർമാർ പറയുന്ന പേര് സെൽഫി മാനിയ എന്നാണ്. നിതീഷ് ഏട്ടാ വിഷ്വൽ മ്യൂസിക് വേണം. ഫ്ലവേഴ്സിൽ പുതിയ കുക്കറി ഷോ തുടങ്ങി. കുക്കറി ഷോയിൽ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ച് ഫ്ലവേഴ്സിലെ എല്ലാ ടെക്നീഷ്യന്മാരും ഹോസ്പിറ്റലിൽ. അടുത്ത വാർത്ത, കേരളത്തിലെ പഞ്ചഗുസ്തി മത്സരത്തിൽ പഞ്ചാബിൽ നിന്നും വന്ന സുബിൻ സിംഗിനെ അടിച്ചു വീഴ്ത്തി പാതി മലയാളി കൂടിയായ സർജിലൽ സിംഗ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി റിപ്പോർട്ടർ കാശിറാമായി ചേരാം. കാശിറാം കേൾക്കുന്നുണ്ടോ? ഹലോ വിസ്മയ, കേൾക്കാം. ഇവിടെ ഈ ഗുസ്തി മത്സരത്തിൽ പങ്കെടുത്ത തോറ്റ ശ്രീ സുബിൻ സിംഗ് ഇവിടെ നിൽപ്പുണ്ട്. അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. നമസ്കാരം സുബിൻ സിംഗ് ജി, എന്താണ് ഇപ്പോൾ നടന്ന മത്സരത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 3 സംസ്ഥാനങ്ങളിൽ ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇത് ഈ പുള്ളിയായിട്ട് മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പുള്ളി എന്നെ കണങ്കാലിൽ ചവിട്ടിയിട്ട് എന്റെ മസ്തിഷ്കത്തിൽ ചവിട്ടി എന്നെ ഒടിച്ചിടുകയായിരുന്നു. ഭീകരനാണ്, വൻ ഭീകരൻ. ഇദ്ദേഹം ഇനി ഏത് രാഷ്ട്രത്തിൽ പോയി മത്സരിച്ചാലും ജയിക്കും. കാര്യം അത്രയ്ക്ക് ഭീകരനാണ് ഇദ്ദേഹം. ഞാനാണെങ്കിൽ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ തന്നെ പേടിച്ചു പോയി. പിന്നെ അദ്ദേഹം എന്നെ ചവിട്ടി എന്റെ നെഞ്ചത്ത് കയറി എന്റെ മസ്തിഷ്കത്തിൽ ചവിട്ടി എന്നെ ഇടുകയായിരുന്നു. ഒരു മിനിറ്റ് സാർ, സർജിലൽ സിംഗ് വരുന്നുണ്ട്. നമുക്ക് അദ്ദേഹവുമായി ഒന്ന് സംസാരിക്കാം. എവിടെ വരുന്നു? അയ്യോ, ഞാൻ പോവാ. ഞാൻ ഇവിടെ ഉള്ള കാര്യം പറയരുത്. ഞാൻ ആ റൂമിൽ പോയി വിളിച്ചിരിക്കാം പ്ലീസ്. അയ്യോ, വാർത്തകൾ. പോൾ വാട്ട് മത്സരത്തിൽ പോൾ ചാടിയപ്പോൾ റഫറി ചോദിച്ചു പോൾ വാട്ട്, അപ്പോൾ പോൾ പറഞ്ഞു ദിസ് ഈസ് എ പോൾ വാട്ട്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. കാലാവസ്ഥ വാർത്തകൾ. മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ കടലിൽ പോയ കോസ്റ്റ് ഗാർഡുകളെ രക്ഷപ്പെടുത്താനായി ഇനി ആര് പോകുമെന്ന ടെൻഷനിലാണ് ഗവൺമെന്റ്. ഇനി എനിക്ക് വീട്ടിൽ പോകാനുള്ള വണ്ടി കിട്ടുമെന്ന ടെൻഷനിലാണ് ഞാൻ. എന്നാൽ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിൽ ഇനി നമുക്കൊരു ഗസ്റ്റ് ആണ് വരാൻ പോകുന്നത്. കുട്ടി ഒരു ഗസ്റ്റ് ആണ്. നമ്മുടെ ഈ കുട്ടികളുടെ ഒക്കെ കൂടാൻ പറ്റിയ ആ ഒരു പ്രായത്തിലുള്ള ഒരു മിടുക്കിയായിട്ടുള്ള എന്റെ കൂടെ ഒക്കെ കൂടാൻ പറ്റുന്ന ഒരു കുട്ടി. അത് ഞാൻ പറഞ്ഞില്ല. ഇവിടുത്തെ കുട്ടികളുടെ കൂടെ കൂടാൻ പറ്റിയ മിടുക്കിയായിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ചെയ്യാം. സോ നീരജ കുട്ടി, വെൽക്കം ടു ദ ഷോ. നീരജ അല്ലേ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഫോർത്തിലാ. ഏത് സ്കൂളിലാ? സെന്റ് ആൻസ് LP സ്കൂൾ, കോട്ടയം. കോട്ടയത്ത് നിന്നാണോ വരുന്നത്? എങ്ങനെയാ വന്ന? ബസ്സിലാണോ വന്ന? കാറിലാണോ? ട്രെയിനിലാണ്? കാറില്. ആരാ വന്നേ കൂടെ? അതാ രണ്ടുപേരും ആരാ? അമ്മയും ചേച്ചിയാ? ഹലോ, അമ്മയുടെ പേരെന്താ? ലേഖ. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു 7th വർക്ക് ചെയ്യുന്നു. മോള് ഇത് ചേച്ചിയുടെ പേരെന്താ? നിരഞ്ജന. നീരജ, നിരഞ്ജന. അതെ. ഒരാളും കൂടെ ഉണ്ട്. അതാരാ? നന്ദന. എന്ത് ചെയ്യുന്നു നന്ദന ചേച്ചി? പഠിക്കുക. എന്തിനു പഠിക്കുന്നു? 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നിങ്ങൾ 3 പേരില് ആരാണ് ഏറ്റവും കുറുമ്പത്തി? ഇവിടെ വരാത്ത ആളുടെ പേര് പറഞ്ഞു, കുഴപ്പമില്ലല്ലോ. ഇവിടെ വരാത്ത ആളാരാ? നന്ദന ചേച്ചി അല്ലേ? നന്ദന ചേച്ചി ഭയങ്കര കുറുമ്പാണെന്നാണ് ഈ കുട്ടികൾ പറയുന്നത്. ഇത്രയും മോശം, കഷ്ടം. അടിക്കോ, പിച്ചോ, മാന്തും? പിന്നെ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാ? നന്ദന ചേച്ചി, ഈ ചേച്ചിയും ചെയ്യും. പിന്നെ ചേച്ചിമാരും ഭയങ്കര കൂട്ടാൻ തോന്നല്ലേ കുഞ്ഞനിയത്തിയുടെ അടുത്ത്. അപ്പൊ നിങ്ങൾ 3 പേരും വീട്ടിലാവുമ്പോ എന്തൊക്കെയാ ചെയ്യാറ്? ഇപ്പൊ സാറ്റർഡേ സൺഡേ ഒക്കെ കിട്ടുമല്ലോ, ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യാറ്? കളിക്കും, ബാലഗോകുലത്തിലൊക്കെ പോകും. ബാലഗോകുലത്തിൽ പോകും. ഓക്കെ. അല്ല, ഈ പാട്ടും ഡാൻസ് ഒക്കെ ഇങ്ങനെ നീ ചോദിച്ചു നോക്കിയ ഡാൻസ് ചെയ്യും? ചോദിച്ചു നോക്കൂ. ഡാൻസ് ചെയ്യോ? ഡാൻസ് ചെയ്യും. പിന്നെ പാട്ട് പാടും. കട്ടുറുമ്പ് കാണാറുണ്ടോ? അത് ചോദിക്കട്ടെ. ആദ്യം ചേച്ചിയോട് ചോദിക്കട്ടെ. കട്ടുറുമ്പ് കാണാറുണ്ടോ? എന്നും കാണാറുണ്ടോ? ആണോ? ഇഷ്ടപ്പെട്ടോ?
അപ്പൊ മോള് കാണാറുണ്ടോ? കാണാറുണ്ടോ? സോ നീരജയുടെ കട്ടുറുമ്പിന്റെ എന്താണ്, കട്ടുറുമ്പ് എന്തുകൊണ്ടാണ് ഇത്രക്ക് ഇഷ്ടാവാൻ കാരണം? ഇവിടെ ആരെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആരാ? മോഹൻലാൽ. മോഹൻലാലോ? മോഹൻലാൽ ഇവിടെ ഇല്ലല്ലോ. ലാലേട്ട്. ഓ, നമ്മുടെ ലാലേട്ടനായിട്ട് ചെയ്യുന്ന ദർശിത്. ദർശിത്തിനാണോ ഏറ്റവും ഇഷ്ടം? ഈ ദർശിത്തിന്റെ പെമ്പിള്ളേര് മൊത്തം ദർശിത്തിന്റെ fans ആണ്. അതെ കുട്ടിക്കുറുമ്പനാണ് ഇവിടത്തെ കുട്ടി. അവരെ കൊണ്ട് മടുത്തു ഞാൻ. അപ്പൊ നമുക്ക് ദർശിത്തിനെ വിളിക്കാം. കാണാം, കണ്ണിങ്ങനെ അടച്ചോ. ദർശിത്ത് വരൂ ഇപ്പം. ദർശിത്, റെഡി, 1 2 3 കണ്ണോർന്നോ? ഇതല്ല ദർശിത്. ഞാനാണല്ലോ കട്ടുറുമ്പില്ല ദർശിത്. ഇതാണ് ദർശിത്ത്. മീശയൊക്കെ വെച്ചിട്ടുള്ള. ഓ, അപ്പൊ ആ ദർശത്തിനാണ് മോഹൻലാലായിട്ടുള്ള ദർശത്തിന് മാത്രമേ ഇഷ്ടമുള്ളൂ, നിന്നെ ഇഷ്ടല്ല. അയ്യോടാ. അയ്യോ, കഷ്ടായിട്ടോ. എന്താ, ദർശിത്ത് നല്ലതല്ലേ, മിടുക്കനല്ലേ, നല്ല സുന്ദരനല്ലേ? മീശ വെച്ചാലേ ഇഷ്ടാവുള്ളൂ അല്ലേ? മീശ വെച്ചിട്ടാവും വരുമോ നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ. പിന്നെ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ആക്ടർ ആരാ? അങ്ങനെയൊന്നുമില്ല. ആരുടെ സിനിമ ഏറ്റവും കൂടുതൽ കാണാറ്? മോഹൻലാലും മമ്മൂട്ടി. മോഹൻലാലും മമ്മൂട്ടിയുടെ സിനിമയല്ലേ? അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പൊ അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റട്ടെ. അഭിനയിക്കാൻ ഇഷ്ടമല്ലേ? അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അപ്പൊ അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ നമ്മൾ കട്ടുറുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയല്ല, നല്ലൊരു പാട്ട് നീരജയുടെ വക നമുക്ക് കേൾക്കാം. അത്തിന്തോ തിന്തിന്തോ തകതയതിനന്തോ തകതിന്തോ തിന്തിന്തോ തകതയതിനന്തോ അത്തിന്തോ തിന്തിന്തോ തകതയതിനന്തോ തകതിന്തോ തിന്തിന്തോ തകതയതിനന്തോ ആടാട് ആടാടു പെണ്ണെ അടുക്കുരലിൽ ആടാട് ആടാടു പെണ്ണെ പാടുക്കുരലിൽ അത്തിന്തോ തിന്തിന്തോ തകതയതിനന്തോ തകതിന്തോ തിന്തിന്തോ തകതയതിനന്തോ അത്തിന്തോ തിന്തിന്തോ തകതയതിനന്തോ തകതിന്തോ തിന്തിന്തോ തകതയതിനന്തോ. സ്റ്റെഫിക്ക് എന്ത് തോന്നി? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നീരജയോട്? മോള് സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. പാട്ട് പഠിക്കുന്നുണ്ടോ? ചെറുതായിട്ടല്ല, നന്നായിട്ട് പാട്ട് പഠിക്കണം കേട്ടോ. മോക്ക് പാടാൻ പറ്റും. പിന്നെ വേറെന്താ, സ്കൂളിലെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഫ്രണ്ട്സ് എത്ര പേരുണ്ട്? ഫ്രണ്ട്സ് 22 പേരും. 22 പേരും ഫ്രണ്ട്സ് ആണോ? ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ആരുമില്ല? ആരത്? ഭാഗ്യലക്ഷ്മി, ആര്യനന്ദ, അങ്ങനെ ലക്ഷ്മി, ഐശ്വര്യ, നിഹാല. നീരജയുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഹായ്. നീരജയെ കൊടുത്ത ഒരു ഹായ്. പിന്നെ എന്താ വേറെ വിശേഷം? അച്ഛൻ എന്ത് ചെയ്യുന്നു? ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി എന്താ മോളുടെ കയ്യിൽ വേറെ എന്താ ഉള്ളത്? പാട്ട് പാടി കഴിഞ്ഞു, ഇനി എന്താ? എനിക്കൊരു കുഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അയ്യോ, ആരോട്? നിങ്ങളോട്. ചോദിച്ചോ. ഫസ്റ്റ് ചേച്ചിയോട്. ചോദിച്ചോ. ബ്ലൂ ബൾബ്, ബ്ലാക്ക് ബൾബ് അതെങ്ങനെയാ പറയാ? 5 പ്രാവശ്യം പറയാവോ? ഈ ടങ് ട്വിസ്റ്റർ കണ്ടുപിടിച്ചവര്. ആദ്യം ഞാൻ പറയണം അല്ലേ? ആദ്യം ചേച്ചി പറയാം. അല്ല, ചേച്ചി പറഞ്ഞോട്ടെ. അതെ, ആദ്യം ചേച്ചി പറയാം. ബ്ലൂ ബൾബ്, ബ്ലാക്ക് ബൾബ്. വീട് പറയണം. ബ്ലൂ ബൾബ്, ബ്ലാക്ക് ബൾബ്. 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 കറക്റ്റ് ആയില്ലേ? ഇനി അടുത്ത് ഞാൻ പറയണം അല്ലേ? ബ്ലൂ ബൾബ്, ബ്ലാക്ക് ബൾബ്. 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 വേറൊരു ടങ് ട്വിസ്റ്ററും തരാത്ത ഭാഗ്യം. ഇനി വേണ്ട, ഇത് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നിരഞ്ജനയുടെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. നിരഞ്ജന, ഹായ് ലാലേട്ടാ. കേട്ടുപിടിക്ക. നിനക്ക് നാണോ? നിനക്ക് ഈ നാണൊന്നും ഇല്ലാത്തത് വരുന്നല്ലോ. എന്ത് പറ്റി? നിന്റെ ഈ വേഷം ഇഷ്ടായോ? ചോദിക്ക്. എന്റെ ഈ വേഷം ഇഷ്ടായോ? ഇഷ്ടമായി ഒത്തിരി. എന്തൊക്കെയുണ്ട് വിശേഷം? സൂപ്പർ വിശേഷം. എത്രാം ക്ലാസ്സിലാ? 1-ല്. ഏത് സ്കൂളാ? സെന്റ് ഫ്രാൻസിസ് സ്കൂൾ. ഞാനങ്ങ് പോവാ. നിങ്ങൾ സംസാരിക്കേ. മതിയോ വിശേഷം? ഇത്ര വിശേഷം അറിഞ്ഞാ മതിയോ? ഇവിടെ നിന്ന് നിന്ന്
പേടിയാവുന്നുണ്ടോ നിനക്ക്? രക്ഷപ്പെടാൻ നോക്കണ്ട. ഇല്ല, ഞാൻ നിന്നെ വിട്ട് പോവില്ല. അപ്പൊ ഞങ്ങളുടെ ലാലേട്ടൻ ഇഷ്ടപ്പെട്ടില്ലേ? എന്നാൽ ലാലേട്ടൻ കൂടി നീരജയും എല്ലാരും കൂടി ഒരു ഡാൻസും കളിക്കാം നമുക്ക്, അല്ലേ? ലാലേട്ടൻ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും. അപ്പൊ നമുക്ക് എന്തായാലും വരൂ, അമ്മയും നിരഞ്ജനയും ഒക്കെ വരൂ. ആൻഡ് സ്റ്റെഫി വരൂ. അപ്പൊ സ്റ്റെഫി, നമ്മുടെ നീരജ് കുട്ടി ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തു. അതിനൊരു ഗിഫ്റ്റ് ഉണ്ട് മോൾക്ക് കേട്ടോ. ദായി ചേച്ചിയുടെ നിന്ന് വാങ്ങിച്ചോളൂ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും നമ്മുടെ ലാലേട്ടനും നീരജയും നിരഞ്ജനയും എല്ലാവരും ചേർന്ന് ഇന്നത്തെ ഈ ഗംഭീരമായിട്ടുള്ള എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. ഞങ്ങൾ എല്ലാവരും ചാച്ച ബൈ ബൈ പറഞ്ഞു പോവാണ്. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇവരുടെ വക ഒരു അടിപൊളി പെർഫോമൻസ് അങ്ങ് കാണാം. അമ്മ, join with us.